ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 5. ബ്രഹ്മതത്വം എന്താണ് എന്ന് ആദ്യം മേൽപ്പത്തൂര് നമുക്ക് പറഞ്ഞു തന്നു. അത് ഭക്തജനങ്ങളുടെ ഭാഗ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ വിഗ്രഹരൂപത്തിൽ വിളങ്ങുന്നു എന്ന് പറഞ്ഞു. പവനപുരമായിട്ടുള്ള പാവനവും പരിശുദ്ധരും ആയിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിലും ഭഗവാൻ അതുപോലെ തന്നെ വിളങ്ങുന്നു എന്നും പറഞ്ഞു. പിന്നെ ഏറ്റവും ദുർലഭമായിട്ടുള്ള ഈ വസ്തു സകല ദുഃഖനാശകമായി ഇവിടെ ഉണ്ട് എന്ന് അറിയണം. ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ സുഖമന്വേഷിച്ചിട്ട് ഓടല്ല വേണ്ടത് എന്ന് പറഞ്ഞു. അത് പിന്നെ ശുദ്ധ സത്വസ്വരൂപമാണ്. അതിനെക്കുറിച്ച് കേൾക്കുക, കീർത്തിക്കുക, ധ്യാനിക്കുക, അതൊക്കെ മധുരതരമായിട്ടുള്ള അനുഭവമാണ്. അമൃതത്തിൻ്റെ സ്വരൂപം തന്നെയാണ്, സമുദ്രം തന്നെയാണ് അത്. കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ മായയെ ഉണർത്തിയിട്ട് ഭഗവാൻ രൂപം സ്വീകരിച്ചതാണ്. അത് പൂർണ്ണ പുണ്യാവതാരമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിലും തുടരാണ്. പക്ഷേ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള രൂപം വർണ്ണിക്കുകയാണ് ഇവിടെ. ശ്ലോകം നോക്കാം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശ്ചങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹമന്ദസിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. മാരുതാകാരനാഥ, അല്ലയോ എൻ്റെ ഗുരുവായൂരപ്പ, അവിടുത്തെ വപുസ്സിനെക്കുറിച്ച്, ശരീരത്തിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. അത് തത്ത് തേ വപു, വപു താഴെയാണ്. തത്തേ വപു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരീരം, അതിന് നിറം എന്താണ് എന്നാണ് ആദ്യം പറയണത്. പ്രത്യഗ്രധാരാധരം, അതുപോലെയാണ് അതിൻ്റെ നിറം. പ്രത്യഗ്രം എന്ന് പറഞ്ഞാൽ പുതുതായി രൂപപ്പെട്ട, ധാരാധരം വെള്ളം, വർഷത്തിനെ ധരിച്ചിരിക്കുന്നത്, വെള്ളത്തിനെ ധരിച്ചിട്ടുള്ള മേഘം, കാർമേഘത്തിൻ്റെ, പുതിയതായി രൂപപ്പെട്ട കാർമേഘത്തിൻ്റെ നിറമാണ്, ഘനശ്യാമമായിട്ടുള്ള നിറമാണ്. കടുത്ത വേനലിൻ്റെ ഒടുവിൽ എല്ലാവർക്കും ആശ്വാസമായിട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന കറുത്ത മേഘക്കൂട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ശ്യാമവർണ്ണാണ് ഭഗവാന്റെ. പ്രത്യഗ്ര ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്ന ധാരാധരത്തിൻ്റെ, മേഘത്തിൻ്റെ നിറം. അതുപോലെ തന്നെ ലളിത കലായാവലി കേളികാരം, ലളിതമായിട്ടുള്ള ഇളം കായാമ്പൂക്കളുടെ, അതാണ് കലായാവലി, കായാമ്പൂക്കളുടെ കൂട്ടം കാണുന്നത് കണ്ണിന് നല്ല ഭംഗിയാണ്. അതിനെ നാണിപ്പിക്കുന്ന വിധത്തിൽ കേളികാരം ആയിട്ടുള്ള നിറാണ്. കായാമ്പൂ വർണ്ണൻ, കാർമുകിൽ വർണ്ണൻ എന്നൊക്കെ എത്രയോ കീർത്തനങ്ങളിലും പാട്ടുകളിലും ഒക്കെ ഉണ്ടല്ലോ. കായാമ്പൂക്കളോടിടയും തിരുമേ കണി കാണേണം കൃഷ്ണ ഹരി എന്നൊക്കെ കുറേ കവിതകളും പാട്ടുകളും ഒക്കെ അങ്ങനെയുണ്ട്. അങ്ങനെ സകല സൗന്ദര്യ വസ്തുക്കളിലും ഭഗവാൻ തന്നെയാണ്. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ പഠിച്ചിട്ടില്ലേ, ചന്തമേറിയ പൂവിലും ശബലാഭമാം ശലഭത്തിലും ചാരുത എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഭഗവത് കടാക്ഷം ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഭഗവാന്റെ നിറത്തിന് 2 കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പുതുമ ഉള്ള, പുതുതായി രൂപപ്പെട്ട മേഘം, ധാരാധരം, അതുപോലെ തന്നെ നവം മുകുളങ്ങളായിട്ട് വിരിഞ്ഞിട്ടുള്ള കായാമ്പൂക്കളുടെ കൂട്ടം. അതിന് 2 പോലെയും ആണ് ഭഗവാന്റെ നിറം. ലാവണ്യസ്യ ഏകസാരം, സകല സൗന്ദര്യങ്ങളുടെയും ഒരേ ഒരു സത്താണത്, സാരമാണ്. സൗന്ദര്യം എന്നോ ഭംഗിയെന്നോ എന്നും പറഞ്ഞാൽ ഈ ലാവണ്യം എന്നുള്ള അർത്ഥം കിട്ടില്ല. പ്രകൃതിദത്തമായിട്ടുള്ള, സ്വാഭാവികമായിട്ടുള്ള ഒരു ആകർഷണീയതയാണ് ലാവണ്യം. അങ്ങനെയുള്ള ലാവണ്യസ്യ ഏകസാരം, സകല ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ലാവണ്യമുണ്ടോ അതിൻ്റെയൊക്കെ സത്ത
സത്താണ് ഭഗവാൻ, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും വന്നതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല ലാവണ്യവും എന്നാണ്. ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. സുകൃതികളായിട്ടുള്ള ജനങ്ങളുടെ ദൃശാം കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരമായി ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അതേ രൂപം തന്നെ സുകൃതികളായിട്ടുള്ള ആളുകൾ തങ്ങളുടെ ഉള്ളിലും കാണുന്നു, അവരുടെ മനസ്സിലും കാണുന്നു എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സുകൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് തികഞ്ഞ പൂർണ്ണമായ പുണ്യമായിട്ട് ഭഗവാന്റെ രൂപം സ്ഥിതി ചെയ്യുന്നു. അത് ലാവണ്യത്തിൻ്റെ സാരവും ആണ്. പിന്നെ പറയണു, ലക്ഷ്മി നിശങ്കലീലാനിലയനം. ലക്ഷ്മി ദേവി ശങ്കയില്ലാതെ കളിയാടുന്ന സ്ഥലമാണ് ഭഗവാന്റെ രൂപം. അമൃതമഥനം ഉണ്ടായില്ലോ, പാലാഴി മഥനം. ആ സമയത്ത് പല വസ്തുക്കളും ആ പാലാഴി കടയുമ്പോൾ ഉയർന്നു വന്നു. ഐരാവതം വന്നു, ചന്ദ്രബിംബം വന്നു, ഘോരമായിട്ടുള്ള കാളകൂടം വന്നു, മദ്യം സുര വന്നു. അങ്ങനെ ഓരോന്നും വന്നപ്പോൾ ഓരോരുത്തർക്കും സ്വീകരിക്കാൻ സാധിച്ചു. ദേവേന്ദ്രൻ ഐരാവതത്തിനെ, പരമശിവൻ ചന്ദ്രബിംബത്തിനെ, സുര മദ്യം വന്നപ്പോൾ അസുരന്മാർ, കാളകൂടം വന്നപ്പോൾ അതും മഹാദേവൻ സ്വീകരിച്ചു. അതിനുശേഷം ലക്ഷ്മി ഭഗവതി വന്നു. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ, ദേവന്മാർ അസുരന്മാരൊക്കെ. അതിൽ ഭഗവാൻ ഒഴികെ എല്ലാവരും അതിന് നമുക്കിതിൽ കാണാം. എനിക്ക് വേണം എന്നിങ്ങനെ ആഗ്രഹിച്ചു, മോഹിച്ചു നോക്കി. അപ്പോൾ ലക്ഷ്മി ഭഗവതി ആകട്ടെ യാതൊരു സംശയവുമില്ലാതെ ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കുകയാണ് ചെയ്തത്. ഭഗവാനെ വരണമാല്യം ചാർത്തി എന്നാണ്. അങ്ങനെ ആ ലക്ഷ്മി ദേവി ശങ്കയില്ലാതെ, ലക്ഷ്മി നിശങ്കലീലാനിലയനം, ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യദേവതയുടെ യാതൊരു ശങ്കയും ഇല്ലാത്ത ഉറപ്പുള്ള ഇരിപ്പിടമാണ് ഭഗവത് രൂപം. പിന്നത്തെ വാക്ക് അമൃതസ്യന്തസന്തോഹമന്തസിഞ്ചത് സഞ്ചിന്തകാനാം എന്നാണ്. ഒരു കാര്യമായിട്ട് പറയുന്നതാണ്. സഞ്ചിന്തകാനാം എന്ന് പറഞ്ഞാൽ ഭഗവത് രൂപം അല്ലെങ്കിൽ ഭഗവാനെ ഉള്ളിൽ ധ്യാനിക്കുന്നവരുടെ, ചിന്തിക്കുന്നവരുടെ സഞ്ചിന്തകാനാം അന്ത, ഉള്ളിൽ ഹൃദയത്തിൽ അന്ധകരണത്തിൽ അമൃതസ്യന്ത സന്തോഹം, അമൃതധാര സദാ വർഷിക്കുന്നതാണ്. ഭഗവാന്റെ ആ അതിമോഹനമായിട്ടുള്ള രൂപം ധ്യാനിക്കുമ്പോഴേക്കും മനസ്സിൽ അമൃതധാര വർഷിക്കാൻ തുടങ്ങും. അതിന് എളുപ്പത്തിനാണ് കായാമ്പൂക്കളുടെ നിറമാണ്, പ്രത്യഗ്രധാരാധരത്തിൻ്റെ നിറമാണ് എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ആ രൂപത്തെ ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ സഞ്ചിന്തകാനാം അന്ത ഉള്ളിൽ അമൃതധാരയെ, അമൃതസ്യന്ത സന്തോഹം, അമൃതധാര തന്നെ പ്രവാഹിപ്പിക്കുന്നു, വർഷിക്കുന്നു. തത് തേവബു, അങ്ങനെയുള്ള അവിടുത്തെ ശരീരത്തെ അനുകലയെ, ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു. ഇടയ്ക്ക് ധ്യാനിക്കല്ല, അനുകലയെ അനവരതം എപ്പോഴും ധ്യാനിക്കുക തന്നെയാണ് എന്നാണ്. ഉള്ളിൽ അമൃതധാരയുണ്ടാകുമ്പോൾ സകല ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. സച്ചിദാനന്ദം അനുഭവിക്കും. മനസ്സ് തളരാതിരിക്കാനുള്ള ഒരു ശക്തി ഉള്ളിൽ വന്ന് നിറയും. അമൃതസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അവിടുത്തെ ആ രൂപം അല്ലെങ്കിൽ ആ ശക്തി സദാ ധ്യാനിക്കണം, അത്രേ വേണ്ടൂ. ഒന്നും കൂടി പറയാം. മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, തത് തേവപു, അങ്ങയുടെ ഭഗവാന്റെ ആ രൂപം എങ്ങനെയുള്ളതാണ്? പ്രത്യഗ്രധാരാധരം, ശ്യാമനിറമുള്ള നവമേഘം പോലെ, ധാരാധരം മേഘം, ആ ആദ്യമായുണ്ടാകുന്ന എല്ലാവരെയും മോഹിപ്പിക്കുന്ന ആ ഘനശ്യാമ നിറമുള്ള മേഘം പോലെയാണ്. കൂടാതെ ലളിത കളായാവലി കേളികാരം, അതിസുന്ദരമായിട്ടുള്ള ഇളം കായാമ്പൂവിനോട് കിടപിടിക്കുന്നതും ആണ്. ലാവണ്യസ്യ ഏകസാരം, സകല ലാവണ്യത്തിൻ്റെയും ഏകമായിട്ടുള്ള ഒരേ ഒരു സാരമാണ്. സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, സുകൃതം ചെയ്തിട്ടുള്ള ജനങ്ങളുടെ കണ്ണിനെ
പൂർണ്ണ പുണ്യമായ ബ്രഹ്മമായി സദാ അത് അനുഭവിക്കാവുന്നതാണ്. ലക്ഷ്മി നിശങ്കലീലാനിലയനം. ഭഗവാന്റെ വപുസ്സിൽ ലക്ഷ്മീ ദേവി ഒരു സംശയവും കൂടാതെ ഇതാണ് തൻ്റെ വാസസ്ഥാനം എന്ന ഉറപ്പോടുകൂടി സ്ഥിതി ചെയ്യുന്നു. അമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചത് സഞ്ചിന്തകാനം. ഭഗവാനെ ധ്യാനിക്കുന്നവരുടെ, മനനം ചെയ്യുന്നവരുടെ, നാമം ജപിക്കുന്നവരുടെ അന്തരംഗത്തിൽ അമൃതവർഷം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ഉള്ളിൽ സകല